ഈ വീഡിയോയിൽ മൈക്രോനേസ് NS നേസൽ സ്പ്രേ എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാമെന്ന് ഞാൻ വിശദീകരിക്കാം. ഇതാണ് പ്രൊട്ടക്റ്റീവ് ക്യാപ്പ്, നേസൽ ടിപ്പ്, ആക്ച്വേറ്റർ, പിന്നെ മെഡിസിൻ കണ്ടെയ്നർ. നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞത് പ്രകാരം മാത്രം ഈ നേസൽ സ്പ്രേ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച്. ആദ്യം നിങ്ങളുടെ കുട്ടിയെ കൈകൾ കഴുകാൻ പ്രേരിപ്പിക്കുക. കുപ്പി ഏകദേശം 5 സെക്കൻഡ് പതുക്കെ ഷേക്ക് ചെയ്തതിനു ശേഷം മാത്രം പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് തുറക്കുക. നിങ്ങൾ സ്പ്രേ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണെങ്കിലോ ഒരു ഇടവേളയ്ക്ക് ശേഷമാണെങ്കിലോ പമ്പ് കുറച്ച് സമയം ഒരു നേരിയ മിസ്റ്റ് വരുന്നതുവരെ അമർത്തുക. സ്പ്രേ കണ്ണുകളിൽ നിന്നും അകലെയായി വെക്കുക. നോസിലിന്റെ അറ്റത്ത് സൂചി കൊണ്ട് ദ്വാരമിടരുത്. നിങ്ങൾ നേസൽ സ്പ്രേ മറ്റുള്ളവരെ ഉപയോഗിക്കാൻ അനുവദിക്കരുത്. കുഞ്ഞിനോട് ചെറുതായി മൂക്ക് ചീറ്റാൻ ആവശ്യപ്പെടുക. നിങ്ങളുടെ ചൂണ്ടുവിരൽ നോസിലിൽ വെച്ച് സ്പ്രേ നേരെ പിടിക്കുക. മെല്ലെ നോസിൽ അമർത്തുക. നിങ്ങൾ നോസിൽ അമർത്തുമ്പോൾ കുഞ്ഞിനോട് ശ്വാസം എടുക്കാൻ പറയുക. മെല്ലെ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാൻ പറയുക. രണ്ടാമതൊരിക്കൽ കൂടി സ്പ്രേ ചെയ്യണമെങ്കിൽ ഇതുവരെയുള്ള ഘട്ടങ്ങൾ ആവർത്തിക്കുക. അടുത്ത നാസാദ്വാരത്തിലും ഇത് ആവർത്തിക്കുന്നതിനായി മറുവശത്തേക്ക് മാറ്റുക. തുടയ്ക്കുന്നതിനും വൃത്തിയാക്കുന്നതിനും മുൻപ് അല്പം കാത്തിരിക്കുക. ഉടനെ തന്നെ തുമ്മുകയോ മണം പിടിക്കുകയോ ചെയ്യരുത്. ഉപയോഗത്തിനു ശേഷം നോസിൽ വൃത്തിയുള്ള ടിഷ്യൂ കൊണ്ട് വൃത്തിയാക്കുക. നിങ്ങളുടെ നേസൽ സ്പ്രേ വൃത്തിയാക്കാനുള്ള നിർദ്ദേശങ്ങൾ. എല്ലാ ആഴ്ചയും നേസൽ സ്പ്രേയുടെ നോസിൽ വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബോട്ടിലിൽ നിന്നും വേർപെടുത്തുന്നതിന് നോസിൽ മുകളിലേക്ക് വലിക്കുക. ഒഴുകുന്ന വെള്ളത്തിൽ ക്യാപ്പും നോസിലും നന്നായി കഴുകുക. അതിനുശേഷം നോസിലും ഡസ്റ്റ് ക്യാപ്പും ഇളം ചൂടുവെള്ളത്തിൽ അല്പനേരം മുക്കിവെക്കുക. ബോട്ടിലിലേക്ക് തിരികെ വെക്കുന്നതിന് മുൻപ് നോസിലും ക്യാപ്പും റൂം ടെമ്പറേച്ചറിൽ ഉണങ്ങാൻ അനുവദിക്കുക. കൂടുതൽ നിർദ്ദേശങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ മാനുവൽ വായിക്കുകയോ ഡോക്ടറോട് ചോദിക്കുകയോ ചെയ്യാം. മൈക്രോനേസ് NS കുട്ടികളിൽ മൃദുലം, ലക്ഷണങ്ങളിൽ ശക്തം. കാരണം ഓരോ ശ്വാസവും പ്രധാനമാണ്. കൂടുതൽ വിശദാംശങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പിന്തുടരുക. പ്രധാന നിർദ്ദേശങ്ങൾ: ഈ ഉൽപ്പന്നം നിങ്ങളുടെ ഡോക്ടറുടെ ഉപദേശപ്രകാരം ഉപയോഗിക്കുക. ശുപാർശ ചെയ്യുന്ന അളവിൽ കവിയരുത്. മരുന്ന് ഫലിക്കാൻ കുറച്ച് ദിവസമെടുക്കുമെന്നതിനാൽ പതിവ് ഉപയോഗം അത്യാവശ്യമാണ്. നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ ചികിത്സ നിർത്തരുത്. ഈ ഉൽപ്പന്നം നിങ്ങൾക്കായി പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടതാണ്. ഇത് മറ്റുള്ളവരുമായി പങ്കിടരുത്. ഇത് കുട്ടികൾ കൈകാര്യം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ ഉപയോഗത്തിനു മുമ്പും നന്നായി കുലുക്കുക. ഇത് ബാഹ്യ ഉപയോഗത്തിനു മാത്രം. മൂക്കിൽ